ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ രണ്ട് രാജ്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഐഡിയ ഈശോ കൊടുക്കുവാൻ ആഗ്രഹിക്കും. മനുഷ്യന്റെ ഭൂമിയിലുള്ള ജീവിതവും നിത്യജീവനും, ആ നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന് മനുഷ്യ മക്കളെ ഒരുക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. ഈ ലാസറിന്റെ കഥയില് ധനവാൻ വളരെ ആഢ്യത്വത്തിൽ, വളരെ സുഖലോലുപതയിൽ ജീവിക്കുകയാണ്. യാതൊരു വിധത്തിലുള്ള ബേസിക് നെസസിറ്റീസ് പോലും ഇല്ലാതെ ഈ ധനവാന്റെ കരുണയ്ക്ക് വേണ്ടി അവന്റെ മേശയിൽ നിന്നും വീഴുന്ന വിഭവങ്ങൾ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അവന്റെ പൂച്ചയോടും അവന്റെ പട്ടിയോടും മല്ലിട്ടുകൊണ്ട് വേണം അന്നു വേണ്ടിയ ആഹാരം വീണ്ടെടുക്കുവാനായിട്ട്. ധനവാൻ ഏതെങ്കിലും തരത്തിലുള്ള തിന്മ, മോശപ്പെട്ട പെരുമാറ്റം ഈ വ്യക്തിയോട് ചെയ്തതായിട്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നില്ല. അതുപോലെ തന്നെ ദരിദ്രനായ ലാസർ ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്തതായിട്ടും പറയുന്നില്ല. പക്ഷേ നിത്യജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും രണ്ട് സ്ഥലമാണ്, നിത്യ നരകാഗ്നിയും വേറൊന്ന് എബ്രഹാമിന്റെ മടിയും. അതായത് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സാന്നിധ്യമില്ലാത്ത നരകാഗ്നി. ഈ നരകാഗ്നിയിൽ കിടന്നുകൊണ്ട് ഈ ധനവാൻ എബ്രഹാമിനോട് അപേക്ഷിക്കുന്നുണ്ട്, എന്റെ സഹോദരന്മാർ ഭൂമിയിലുണ്ട്, അവരുടെ അടുക്കലേക്ക് നീ ഒരു ദൂതനെ അയക്കണം. സ്വന്തം ജീവിതത്തിൽ ദൈവത്തെ മറന്ന്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതികളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ചെയ്തത് കണക്ക് തന്നെ വളരെ കോംപ്ലാസൻസിയോടുകൂടി ജീവിതത്തിലെ റിസോഴ്സസ് എല്ലാം എനിക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ആസ്വദിച്ച് മരിക്കുവാൻ ഇടയുണ്ട്. അതായത് നിത്യജീവൻ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് നീ ഒരു ദൂതനെ അയക്കണം എന്നാണ് ഈ ധനവാൻ എബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് നിരസിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നിയമവും പ്രവാചകന്മാരും നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ടല്ലോ, അവരെ അനുസരിക്കാത്തവര് ഇനിയും സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിച്ചെന്നാലും അവരെയും അനുസരിക്കത്തില്ല. അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ജീവിതത്തില് നമുക്ക് നൽകപ്പെട്ട ദൈവിക പ്രമാണങ്ങൾ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാതെ സ്വന്തം മനസ്സിന്റെ, സ്വന്തം ബുദ്ധിയുടെ, സ്വന്തം ഇച്ഛയുടെ ആ തൃഷ്ണയെ മാത്രം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുവാൻ ഒത്തിരി ഉണ്ട്. ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് സുഭാഷിതങ്ങൾ 11:24 പുലർകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന മഞ്ഞുപോലെയാണ്. അത് അല്പസമയത്തിനുള്ളിൽ അലിഞ്ഞ് ഇല്ലാതായിത്തീരുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് നിത്യജീവൻ ഇല്ല. അഥവാ ദൈവപുത്രനെ സ്വന്തമാക്കിയവനാണ് നിത്യജീവൻ ഉള്ളത്. ഈയൊരു ഉപമ സമ്പത്തിന്റെ വിനിയോഗത്തെക്കുറിച്ചുള്ളതാണ് എന്നതിൽ ആർക്കും യാതൊരു സംശയവുമില്ല. കാരണം പിതൃസ്വത്ത് പങ്കുവയ്ക്കുവാനായിട്ട് ഒരാള് കർത്താവിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മെറ്റീരിയൽ പൊസഷന് വേണ്ടിയുള്ള ആഗ്രഹം അത് അത്യാഗ്രഹമായി മാറുവാൻ വളരെയേറെ ചാൻസ് ഉണ്ട് എന്നാണ് ഈ ജാഗരൂകരായിരിക്കുവാൻ എന്നുള്ള വാണിങ്ങിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഒരു കുടുംബത്തില് ഏണിംഗ് മെമ്പറായിട്ടുള്ള അപ്പനോ അമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന സമ്പത്ത് ഉപയോഗിക്കുന്നത് ആ കുടുംബത്തിലെ പ്രായമായവർക്ക് വേണ്ടിയും ആ കുടുംബത്തിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും ഒക്കെ ആയിരിക്കും. അപ്പം അതിന്റെ അർത്ഥം നമ്മൾ ഏൺ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മളോട് അടുത്ത് സഹവസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കുടുംബത്തിലുള്ളവർക്ക് നാച്ചുറലായിട്ട് ചെയ്യുവാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാ ജീവജാലങ്ങൾക്കും ദൈവം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ മറ്റുള്ള ജീവികളെ പോലെ മാത്രമല്ല മനുഷ്യൻ പെരുമാറേണ്ടത്. കാരണം മനുഷ്യർക്ക് വേണ്ടി ദൈവം ദൈവിക നിയമങ്ങളും ഒക്കെ ദൈവം നൽകിയിട്ടുണ്ട്. ഈ ദൈവിക നിയമങ്ങളും, അതായത് നിയമങ്ങളും പ്രവാചകന്മാരും എന്ന് ഈ കഥയിൽ പറയുന്ന കാര്യങ്ങൾ ഈശോയുടെ ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവം കരുണയുള്ളതുപോലെ, ദൈവം ആകാശത്തു നിന്നും മഞ്ഞ് ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും പൊഴിക്കുന്നത് പോലെ നമ്മളും നമ്മുടെ കുടുംബത്തിലെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ചുറ്റും വസിക്കുന്നവരുടെ, നിർധനരുടെ, സഹായം ആവശ്യമുള്ളവരുടെ കാര്യങ്ങൾ നോക്കുവാനും
ബാധ്യസ്ഥനാണ് എന്നുള്ള ഒരു പ്രമേയം, ശക്തമായ ഒരു ആഹ്വാനം ഈ കഥയിലൂടെ കർത്താവ് ഇന്ന് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. സുഭാഷിതങ്ങൾ 11:24 പറയുന്നു, ഒരാൾ ഉദാരമായി ദാനം നൽകിയിട്ടും കൂടുതൽ ധനികനാകും, എന്നാൽ നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. സുഭാഷിതങ്ങൾ 3:9 കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ നിറഞ്ഞു കവിയുകയും ചക്കുകൾ നിറഞ്ഞു കവിയുകയും ചെയ്യും. ഈ കർത്താവിനെ ബഹുമാനിക്കുക, ആദ്യ ഫലങ്ങൾ കൊണ്ട് ബഹുമാനിക്കുക എന്നൊക്കെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്ന കരുണയും സ്നേഹവും സഹാനുഭൂതിയും പരസ്പര സഹായവും നമുക്ക് ലഭിക്കുന്ന ആ റിസോഴ്സ് പങ്കുവെക്കാനുള്ള മനോഭാവവും നമ്മൾ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ദൈവം നൽകാത്ത ഒരു റിസോഴ്സും നമ്മുടെ കുടുംബത്തില്ല. ദൈവം നൽകാത്ത ഒരു ധനവും നമ്മൾ ആർജിക്കത്തില്ല. ദൈവം നൽകാത്ത ഒരു കഴിവും നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ദാനങ്ങളെല്ലാം നൽകിയ ഈശോയെ ബഹുമാനിക്കേണ്ടത്, അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദാനധർമ്മം കൂടെ ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് കർത്താവ് ഇന്ന് പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഭോഷനായ ധനികനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് നമ്മളിപ്പോൾ ഓർക്കുക. എനിക്കിഷ്ടം പോലെ ധാന്യ സമ്പത്തുണ്ടായിരിക്കുന്നു, ഞാൻ എന്റെ അറകൾ പൊളിച്ച് വിശാലമായ അറകൾ ഉണ്ടാക്കി, എന്റെ ആത്മാവെ സന്തോഷിക്കുക. ഈ ഒരു മനോഭാവം, അഹങ്കാരത്തിൽ മതിമറന്നിരിക്കുന്ന ആ ധനികനായ ഭോഷനോട് കർത്താവ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നീ ആർജിച്ചു വെച്ചിരിക്കുന്ന ധനമെല്ലാം എവിടെ പോകും? ഹേ ഭോഷനായ മനുഷ്യ, കാര്യം വ്യക്തമാണ്. സ്വത്തുകൾ നിന്റെ സഹോദരങ്ങൾക്കായി ഷെയർ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നീ നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നീ നിയമത്തെയും പ്രവാചകന്മാരെയും അനുസരിക്കുന്നവനായി തീരുന്നത്. ദൈവത്തിന്റെ മുന്നിൽ നിനക്ക് ഈ ഭൂമിയിൽ ഒരു ജീവൻ ഉണ്ടാകുന്നത്, ആ ജീവൻ നിത്യജീവനിലേക്ക് നിന്നെ നയിക്കുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നീ മാമോനെ സേവിക്കുന്നവനായി മാറും. എന്താണ് ഈ മാമോൻ? പഴയ നിയമ പശ്ചാത്തലത്തിൽ ഈ മാമോൻ എന്ന വാക്കിന്റെ അർത്ഥം ദ ഗ്രീഡ് ഫോർ എവറിത്തിങ്. ഈ ഭൂമിയിലുള്ള ധനത്തിന് വേണ്ടിയുള്ള അത്യാർത്തിയും മറ്റുള്ള വസ്തുക്കൾ പൊസസ് ചെയ്യുവാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ഉടലെടുക്കുന്ന ഒരു പൈശാചിക പ്രലോഭനമാണ് ദ ഗ്രീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാമോനെ ആരാധിക്കുന്നവനായി മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യം? ഒരു ദിവസത്തിലെ 24 മണിക്കൂറില് നമ്മൾ എന്തിനെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ കർത്താവിനെ കുറിച്ചും അവന്റെ നിയമങ്ങളെക്കുറിച്ചും അവന്റെ സ്നേഹത്തെക്കുറിച്ചും അവന്റെ പരിപാലനയെക്കുറിച്ചും അവൻ എന്താണ് എന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്നതുമാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതോ 10 കിട്ടെങ്കിൽ 100 മതിയെന്നും ശതമാകുകിൽ സഹസ്രം മതിയെന്നും ആ രീതിയിലാണോ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ആവശ്യമുള്ളത്, നിനക്ക് ആവശ്യമുള്ളത്, നിന്നെക്കായാലും കൂടുതൽ എന്താണെന്ന് കർത്താവിനറിയാം. ദൈവം നമ്മൾക്ക് നൽകുക തന്നെ ചെയ്യും. പ്രൊവൈഡഡ്. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ കഴിവുകളും ജോലിയും കൃഷിയും ബിസിനസ്സും എല്ലാം വേണ്ട രീതിയിൽ ചെയ്യുക തന്നെ ചെയ്യണം. പക്ഷെങ്കിൽ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. എന്തിനെക്കുറിച്ച്? എന്റെ ആത്മാവിൽ മാമോനെക്കുറിച്ചുള്ള ഒരു ഗ്രീഡ്, അതായത് മാമോനെ ആരാധിക്കുക, അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തെയും ബുദ്ധിയെയും പ്രവർത്തനങ്ങളെയും എല്ലാം കീഴടക്കാൻ സാധ്യതയുണ്ട്. അത് വലിയൊരു അപകടത്തിലേക്ക്, നിത്യ നരകാഗ്നിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. അങ്ങനൊരു ദൗർഭാഗ്യ അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇന്നത്തെ ഈ കഥയിലൂടെ ഈശോ നമ്മൾക്ക് നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞങ്ങളുടെ ഈ ചെറിയ ജീവിതത്തില് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജോലിയെയും ബിസിനസിനെയും മറ്റെല്ലാ റിസോഴ്സസിനെയും നന്ദിപൂർവ്വം ഓർമ്മിപ്പിക്കുന്ന കർത്താവേ, ഈശോയെ, ഞങ്ങൾ ഈ ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നാൾ തൊട്ട് ഇന്ന് വരെ
നീ ഞങ്ങളെ പരിപാലിച്ചു. ഈശോയെ, മാതാപിതാക്കളിലൂടെ ഞങ്ങളുടെ സാഹചര്യങ്ങളിലൂടെ എല്ലാം നീ ഞങ്ങളെ അനുദിനം വളർത്തിക്കൊണ്ടു വരികയായിരുന്നു കർത്താവെ. എന്നാൽ പല സാഹചര്യങ്ങളിലും ഞങ്ങളുടെ ഉള്ളില് മാമോനെ ആരാധിക്കുവാനുള്ള നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലും ബുദ്ധിയിലും ഞങ്ങൾ മാമോനെ പ്രതിഷ്ഠിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കർത്താവെ. ഒരുപക്ഷെ ഞങ്ങൾ അറിയാതെ തന്നെ ആ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഞങ്ങളും അങ്ങ് ഒഴുകിപ്പോവുകയാണ് കർത്താവെ. ഈ അവസരത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഈശോയെ, പലപ്പോഴും ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇതാ ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്നു കർത്താവെ. എന്റെ ആത്മാവിനെ ഈ ലൗകികമായിട്ടുള്ള ഈ വേൾഡ്ലി സ്പിരിറ്റിൽ നിന്നും ഒന്ന് പൊക്കിയെടുത്ത് ദൈവമേ, നിന്റെ കൂടെ ഒന്ന് ചിന്തിക്കുവാനും നീ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ മുമ്പോട്ട് വരുവാനും, അതൊക്കെ എനിക്ക് നീ നൽകിയിരിക്കുന്ന ആ നന്മകളൊക്കെ എന്റെ കുടുംബത്തിന് വെളിയിൽ എന്റെ സഹോദരങ്ങൾക്കായിട്ട്, കഷ്ടപ്പെടുന്നവർക്കായിട്ട് എന്നെ കഴിയുന്ന രീതിയിലൊക്കെ ഷെയർ ചെയ്യുവാനും കർത്താവെ നീ എന്നെ പഠിപ്പിക്കണമേ. എന്റെ കൈക്ക് പിടിച്ച് അതൊക്കെ ഒന്ന് നീ ചെയ്യിക്കണമേ കർത്താവെ. ഈശോയെ, എന്റെ ഈ ജീവിതം അങ്ങയുടെ കൂടെ അങ്ങേ അനുസരിച്ചുകൊണ്ട് എബ്രഹാമിന്റെ മടിയിലേക്ക് കയറുന്ന ആ ഒരു സ്വർഗീയ അവസ്ഥയിലേക്ക് കയറുവാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു കർത്താവെ. കാരണം നീ എല്ലാം എനിക്ക് ദാനമായി നൽകി കർത്താവെ. സ്വന്തമായിട്ട് എനിക്ക് ഒന്നുമില്ല, എല്ലാം നീ എനിക്ക് ദാനമായി നൽകിയതാണ്. ആ ദാനമായി നൽകിയതെല്ലാം മറ്റുള്ളവരായിട്ട് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്യുവാനും നീ എന്നെ പഠിപ്പിക്കുമല്ലോ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം.